കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ സുനന്ദയുടെ കല്യാണ ആഘോഷങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ സുഭാഷ് ആകെ ടെൻഷനിലായിരിക്കും. കാരണം തൻ്റെ ജീവൻ്റെ ജീവനായ സുനന്ദയുടെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നത്. ആ കല്യാണ വീട്ടിലെ പാട്ടും ബഹളമൊക്കെ കേൾക്കുമ്പോൾ സുഭാഷിൻ്റെ മനസ്സിൽ ആകെ അങ്ങനെ വിങ്ങി പൊട്ടുമായിരിക്കും. ഇപ്പുറത്ത് ഭാസ്കരനാണെങ്കിൽ കട്ട കലിപ്പിലാണ്. അവൻ ചോദിക്കുന്നുണ്ട്, എടാ ഇമാതിരി സൗണ്ടിലൊക്കെ പാട്ട് വെക്കാൻ ഇവന്മാർക്ക് നാണമില്ലേ, കുറച്ചൊന്ന് ഒച്ച കുറിച്ച് വെച്ചൂടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഹരീഷിനോട് ചെന്ന് പറയാൻ നോക്കുന്ന സമയത്ത് തന്നെ ഹരീഷ് പറയുന്നുണ്ട്, അയ്യോ അച്ഛാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, വെറുതെ അവിടെ ചെന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അത്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യട്ടെ എന്ന് പറയും. സുഭാഷിൻ്റെ മനസ്സൊന്ന് ശരിയാവാത്തത് കൊണ്ടാണ് അന്ന് വൈകുന്നേരം ആഹാരമൊന്നും ഉണ്ടാക്കിയില്ല. പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അടുക്കളയിൽ കയറിയിട്ട് ഒന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നോ സുഭാഷ്. വീട്ടിലേക്കെത്തി എല്ലാവരും ഭക്ഷണം വിളമ്പുമ്പോഴും സുഭാഷിൻ്റെ മുഖം ആകെ വാടി തളർന്നിരുന്നു. നിധിയും സുധീഷും ഹരീഷുമൊക്കെ ആ ഒരു മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അത്രക്കധികം സങ്കടമായിരിക്കട്ടോ അത്രക്കധികം സങ്കടം ആ മുഖത്ത് നേളിക്കുന്നുണ്ടായിരുന്നു. എന്താ സുഭാഷേ എന്ന് അവരെ തിരക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സുനന്ദയുടെ കല്യാണം ഓർക്കുമ്പോൾ അയാൾക്കത് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആഹാരം ഒന്ന് കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം സുഭാഷ് ഒന്ന് ഇരുന്നെഴുന്നേറ്റു. തലവേദനയാണെന്ന് പറഞ്ഞ് പോയി കിടന്നു. അന്നേരം നിധി സുധീഷിനോട് പതുക്കെ പറയുന്നുണ്ട്, ഇത് വേറൊന്നുമല്ല, സുനന്ദയുടെ കല്യാണം നാളെ നടക്കാൻ പോവല്ലേ, അതിൻ്റെ ഒരു വിഷമത്തിലാണ് സുഭാഷ് ഏട്ടൻ എന്ന് പറയും. ഇതേ സമയം സുനന്ദയുടെ വീട്ടിലാണെങ്കിൽ അവൾ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുകയായിരിക്കും. ലളിത ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തുവെങ്കിലും സുനന്ദ അത് തൊട്ടുപോലും നോക്കിയില്ല. അന്നേരം ലളിത ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ പട്ടിണി കിടന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. നാളെ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ട് തന്നെ ചെയ്യും. ആ വൃത്തികെട്ട സുഭാഷിനെ നിനക്കിപ്പോഴും മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവളെ കുറേയധികം ചീത്ത വിളിച്ചു. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ആഹാരം അവിടെ തന്നെ ഇരിക്കുന്നത് കാണാണ്. ലളിതയ്ക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരും. നാട്ടുകാരും വീട്ടുകാരൊക്കെ നിന്റെ മുഖത്തെന്താ ഇത്ര വാട്ടമെന്ന് ചോദിച്ചിട്ട് മടുത്തു, എനിക്ക് മറുപടി പറഞ്ഞിട്ട് വയ്യാതായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവരങ്ങ് ബഹളം വെച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സുനന്ദ അവിടെ ഇരുന്നങ്ങ് പൊട്ടിക്കരയാണ്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ നിധി അടുക്കള വാതിൽ അടക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. പേടിച്ചു പോയ നിധി ആരാത് എന്ന് ചോദിച്ചപ്പോൾ വെട്ടത്തേക്ക് വന്നത് സുനന്ദയായിരുന്നു. നാളെ കല്യാണം നടക്കേണ്ട പെണ്ണ് പാതിരാത്രി അടുക്കളപ്പുറത്ത് വന്ന് നിൽക്കുന്നു. അവളെ കണ്ടപ്പോൾ നിധി ഞെട്ടിപ്പോയി. എന്താ എന്താ സുനന്ദയത് എന്ന് നിധി ചോദിച്ചപ്പോൾ എനിക്ക് അകത്തേക്കൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അവള്. നിധി അവളെ അകത്തേക്ക് വിളിച്ചു കയറ്റി. സുധീഷും ഹരീഷും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സുനന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റില്ല, നാളത്തെ കല്യാണത്തിന് എനിക്കൊട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സുധീഷ് ദേഷ്യപ്പെട്ടു. ഇനി ഇതിനെക്കുറിച്ച് മിണ്ടിപ്പോവരുത്. സുഭാഷേട്ടൻ അന്ന് അമ്പലത്തിൽ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന കാര്യമൊക്കെ നിനക്കറിയാമല്ലോ, എന്നിട്ട് നീ വന്നോ ഇല്ലല്ലോ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്, എന്നോട് ക്ഷമിക്കൂ, സുഭാഷേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് സുനന്ദ അങ്ങനെ തേങ്ങിക്കൊണ്ട് കരയാൻ തുടങ്ങി. അകത്ത് ബഹളമെല്ലാം കേട്ടുകൊണ്ടതിന് ഭാസ്കരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സുനന്ദയെ കണ്ടപ്പോൾ ഭാസ്കരൻ അങ്ങ് ചൂടാവാണ്. എടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. എന്നെ എവിടെ നിന്നും പറഞ്ഞു വിടരുന്ന് അങ്കിൾ പ്ലീസ്, എനിക്കിവിടെ നിന്നാൽ മതി എന്നൊക്കെ സുനന്ദ അപേക്ഷയോടെ പറയാണ്. എന്ത് ഇവിടെ നിൽക്കാനോ, മര്യാദക്ക് നീ വീട്ടിൽ പോവാൻ നോക്കിയെന്ന് ഭാസ്കരൻ കട്ടായം പറഞ്ഞു. പക്ഷേ സുനന്ദ വിട്ടുകൊടുത്തില്ല. എൻ്റെ ജീവിതത്തിൽ സുഭാഷേട്ടനല്ലാതെ വേറൊരു പുരുഷനുണ്ടാവില്ല എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. ഉറങ്ങാൻ കിടന്ന സുഭാഷ് ഇതൊക്കെ കേട്ട് പുറത്തേക്ക് വരികയാണ്. സുഭാഷിനെ കണ്ടപ്പോൾ സുനന്ദ വീണ്ടും അങ്ങ് കരയാൻ തുടങ്ങി. സുഭാഷേട്ടാ പ്ലീസ് എന്നെ കൈവിടരുത്, എന്നെ സ്വീകരിക്കണം, എനിക്ക് ആ കല്യാണം വേണ്ട എന്നൊക്കെ പറയാണ് സുനന്ദ. സുഭാഷ് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത് സുനന്ദേ, നാളെ നിന്റെ കല്യാണല്ലേ. പക്ഷേ അവൾ ഒരേ വാശിയിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്നു. ഭാസ്കരൻ വീണ്ടും പറയുന്നുണ്ട്, നീ പോയില്ല എങ്കിൽ നിന്റെ വീട്ടുകാരെല്ലാവരും ഇവിടെ വന്നിട്ടങ്ങ് വീട് പൊളിക്കും, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് സുഭാഷേട്ടനെ മതി എന്ന് വീണ്ടും നിർബന്ധം പറയാണ് സുനന്ദ. ഒടുവിൽ ഭാസ്കരൻ അങ്ങ് തോറ്റുപോയി. സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന്. സുഭാഷ് അവളെ തിരിച്ചു പോകാൻ നിർബന്ധിച്ചുവെങ്കിലും അവൾ അവിടെ നിന്നും അനങ്ങുന്നില്ല. അന്നേരം സുധീഷ് ഒരു കാര്യം പറഞ്ഞു, എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, കല്യാണം അങ്ങ് നടത്താം. എല്ലാവരും അത് കേട്ടപ്പോൾ അങ്ങ് ഞെട്ടിപ്പോയി. എന്ത്, ഈ പാതിരാത്രിക്കോ, ഇതിന് മുഹൂർത്തമൊന്നും വേണ്ടേന്ന് ചോദിക്കുകയാണ് ഹരീഷ്. ഭാസ്കരൻ പറയുന്നുണ്ട്, നല്ലത് ചെയ്യാൻ നേരവും കാലവും ഒന്നും നോക്കണ്ട, ദൈവം സഹായിച്ച് നടന്നോട്ടെ എന്ന് പറയും. ഇവർ എവിടെയെങ്കിലും മാറിപ്പോയി കല്യാണം കഴിക്കാമെന്ന് ആലോചിച്ചുവെങ്കിലും പോലീസ് കേസാവുമെന്ന് ഭയന്നു കൊടുത്തതിന് സുധീഷ് അകത്തേക്ക് പോയി. നേരത്തെ വാങ്ങിച്ച താലി എടുത്തുകൊണ്ട് വരികയാണ്. ഈ താലി ഉപയോഗിച്ച് ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് കെട്ടിക്കോ എന്നും പറയും. സുഭാഷ് അന്നേരം ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും ഭാസ്കരൻ വിളക്ക് കൊളുത്തി വെച്ചു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ സങ്കടമൊക്കെ ഇനി മാറുമല്ലോ. സുഭാഷ് സുനന്ദയോട് ചോദിക്കുന്നുണ്ട്, നിനക്കിനി മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന്. അന്നേരം സുനന്ദ പറയുന്നത്, ഇല്ല, ഇനി ആര് വന്നാലും ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് സുനന്ദ ഉറപ്പു നൽകി. അങ്ങനെ സുഭാഷ് എല്ലാവരുടെയും സമ്മതത്തോടും ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി സുനന്ദയുടെ കഴുത്തിലങ്ങ് താലി ചേർത്താൻ തുടങ്ങുകയാണ്.
എന്നാൽ പെട്ടെന്നായിരിക്കും വാതിലങ്ങ് ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് തന്നെ ലളിതയും ധനകനും അങ്ങോട്ടേക്ക് ഗംഗാധരനെ കൂട്ടിയിട്ട് വരുന്നത്. താലി കെട്ടാൻ നേരം തന്നെ ആ ഒരു മുഹൂർത്തത്തിൽ ലളിത വന്നിട്ട് സുനന്ദേനെ അങ്ങ് തള്ളി മാറ്റി. നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നല്ലടി, വാടി ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൈക്കങ്ങ് പിടിച്ചു. പക്ഷേ സുനന്ദ കൈയങ്ങ് കുടഞ്ഞ് തട്ടി മാറ്റി. എന്നെ തൊട്ടു പോവരുത്, ഞാൻ വരുന്നില്ല എന്നങ്ങ് ആക്രോശിക്കാണ്. ധനകൻ അവളെ അടിക്കാൻ കൈയോങ്ങിയപ്പോഴേക്കും നികേഷും ഹരീഷും അങ്ങ് ഇടപെട്ടു. അവർ പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വിളിക്ക്. കഴിഞ്ഞ തവണ കള്ളപ്പരാതി നൽകിയത് പോലീസിന് നല്ല ബോധ്യമുണ്ട്. ഇത്തവണ സുഭാഷേട്ടൻ തന്നെ താലി കെട്ടുമെന്നും പറയും. ഭാസ്കരൻ അങ്ങ് ചൂടാവാണ്. ഈ വീട്ടിൽ വന്നിട്ട് ഗുണ്ടായസം കാണിക്കേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. ധനകൻ അവസാനം ഒരു തന്ത്രമങ്ങ് പ്രയോഗിച്ചു. സുഭാഷിനെ മാറ്റി വിളിച്ചു. അയാൾ കാല് പിടിച്ചു പറയുന്നുണ്ട്, മോനെ പ്ലീസ്, ഈ കല്യാണം നടന്നില്ല എങ്കിൽ എൻ്റെ ദുബായിൽ ജോലി പോലെ പോവും. ആ പയ്യൻ്റെ വീട്ടുകാരൊന്നും പിന്നെ വെറുതെ ഇരിക്കില്ല. ഞങ്ങളുടെ മാനം നീ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാണ്. ലളിതയും അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. ഒടുവിൽ സുഭാഷ് ഒരു പാവമായതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സങ്ങ് അരിഞ്ഞു. സുഭാഷ് തിരികെ വന്ന് സുനന്ദയോട് പറയുന്നുണ്ട്, സുനന്ദേ, വീട്ടുകാർ പറയുന്നത് നമ്മൾ കേൾക്കണം. നീ വീട്ടിലേക്ക് തിരികെ പോയിക്കോ. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയും. സുനന്ദ സുഭാഷിൻ്റെ വാക്ക് കേട്ട് ആകങ്ങ് തകർന്നു പോവാണ്. വീട്ടുകാരവളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവൾ കരഞ്ഞുകൊണ്ട് സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് സുഭാഷ് ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലിക്ക് പോവാൻ ഒരുങ്ങി. പക്ഷേ സുഭാഷിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സങ്കടം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് വെച്ചും അയാൾ കൂട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു കാണുമെന്ന്, ഇപ്പോൾ സദ്യയൊക്കെ നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയും. വൈകുന്നേരം വീട്ടിലേക്കെത്തിയ സുഭാഷ് നിധിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങ് പൊട്ടിക്കരഞ്ഞു. അവരുടെ അച്ഛനും അമ്മയൊക്കെ കാല് പിടിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുഭാഷ് ഏങ്ങി കരയാണ്. ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് സുനന്ദയും അവളുടെ ഭർത്താവും കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട കാര്യവും സുഭാഷ് സങ്കടത്തോടു കൂടെ തന്നെ ഓർത്തെടുത്തു. അവളുടെ ആ ഒരു നോട്ടം തൻ്റെ നെഞ്ചിലാണല്ലോ പതിച്ചത് എന്ന് അയാൾ വേദനയോടെ പറഞ്ഞു. അന്ന് രാത്രി സുഭാഷിനെ ഒന്ന് ചിരിക്കാൻ വേണ്ടി സുധീഷും നികേഷും ഭാസ്കരനൊക്കെ ചേർന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് സുഭാഷിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന ശ്രമത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ ആ രാത്രിയുടെ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങാൻ പോയെങ്കിലും സുഭാഷിൻ്റെ മനസ്സ് മാത്രം ശാന്തമായിരുന്നില്ല. ആഴ്ചകളങ്ങനെ കടന്നുപോയി. സുനന്ദ തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. എന്നാൽ ഒരു വൈകുന്നേരം സുഭാഷ് ജോലി കഴിഞ്ഞു വരുമ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് തളർന്നിരിക്കുന്ന സുനന്ദയാണ് അയാൾ കണ്ടത്. അവളുടെ മുഖത്തെ പാടുകളും തകർന്ന ആത്മവിശ്വാസവും കണ്ടപ്പോൾ സുഭാഷിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഗൾഫുകാരൻ എന്ന് പറഞ്ഞിരുന്ന ഭർത്താവ് വലിയൊരു കടക്കെണിയിലാണ് എന്നും അവളെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് എന്നും പറഞ്ഞപ്പോൾ ഭാസ്കരമാമനും സുധീഷും അങ്ങ് കട്ടക്കലിപ്പിലായി. ലളിതയും ധനകനും തങ്ങളുടെ മാനം കാക്കാൻ വേണ്ടി മകളെ നഗരത്തിലെ തള്ളിവിടുകയാണെന്ന സത്യം അവർക്ക് ബോധ്യപ്പെട്ടു. സുഭാഷ് പഴയ സങ്കടങ്ങളെല്ലാം മറന്ന് സുനന്ദയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അന്ന് നിങ്ങളുടെ കണ്ണുനീര് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് മാറിക്കൊടുത്തത്. പക്ഷേ ഇന്ന് എൻ്റെ പെണ്ണ് സുനന്ദയുടെ കണ്ണീര് കാണാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് സുഭാഷ് ധനകന്റെ മുഖത്ത് നോക്കി തന്നെ തറപ്പിച്ചു പറഞ്ഞു. നിയമപരമായി സുനന്ദയ്ക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നും മോചനം നേടിക്കൊടുക്കാൻ നിധിയും സുധീഷും മുന്നിട്ടിറങ്ങി. കോടതിയും നിയമ പോരാട്ടങ്ങളും മാസങ്ങളങ്ങനെ നീണ്ടു നിന്നുവെങ്കിലും സുഭാഷിന്റെ തണലിൽ സുനന്ദയ്ക്ക് ധൈര്യം നൽകി. ഒടുവിൽ ഒരു ചിങ്ങമാസത്തിലെ പ്രഭാതത്തിൽ അനാർഭാടമായി എന്നാൽ എല്ലാവരെയും അനുഗ്രഹത്തോടു കൂടി തന്നെ സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടി. ആ ഒരു പഴയ താലി തന്നെ അവൻ ചാർത്തി കൊടുത്തു. നിധിയും ഹരീഷും സുധീഷും ഒക്കെ ചേർന്ന് ആ വീടിനെ വീണ്ടും സന്തോഷം നിറച്ചുകൊണ്ട് തന്നെ വന്നു. ഭാസ്കരൻ മാമൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഒരു ബിരിയാണിക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, ദൈവം നിശ്ചയിച്ച ചില ബന്ധങ്ങളുണ്ട്, അത് എത്ര വൈകിയാലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ചേരുമെന്ന്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.